എല്ലാ കൂട്ടുകാർക്കും ആലിയാസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഞാൻ രാവിലെ എൻ്റെ പണികൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു സ്ട്രോങ് ചായ കുടിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. മോൾ ഇന്ന് പനിയൊക്കെ കഴിഞ്ഞ് കോളേജിലേക്ക് പോകുന്ന ദിവസമായിരുന്നു. മോൾക്ക് ലഞ്ചിന് ലെമൺ റൈസ് വേണമെന്ന് പറഞ്ഞു. ഇത് ഇവിടുത്തെ റൈസാണ്, സോനാ മസൂരി. ഇതുണ്ടാക്കാൻ വളരെ ഈസിയാണ് കേട്ടോ. ഒരു പകുതി സവോളയും 2-3 പച്ചമുളകും, ആവശ്യത്തിനുള്ള എരിവുള്ളവർക്ക് അതിൽ കൂടുതലൊക്കെ ചേർക്കാം കേട്ടോ. എന്താ പറയുക, എണ്ണയിൽ വഴറ്റിയിട്ട് അതിലിച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് അതൊന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ ചോറും കൂടി ഇട്ടിളക്കിയാൽ ലെമൺ റൈസായി. പിന്നീട് ഞാൻ എൻ്റെ റോസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വിട്ടിട്ട് ഒരു റോസും എടുത്ത് ഇവിടെ വന്നപ്പോൾ മോള് പോകാൻ റെഡിയായി. മോള് പോകുന്നു. മോളെ അങ്ങനെ വിട്ടിട്ട് അപ്പുറത്ത് പോയി മോൾക്കൊരു ബൈ പറയണം. അപ്പോഴാണ് ഞാൻ നോക്കുമ്പോൾ ഡൈനിങ് ടേബിൾ ഇത്രയും മെനകെട്ടാണ് കിടക്കുന്നത്. മോൾക്ക് വന്നൊരു ബായ് പറഞ്ഞു മോള് പോയി. തിരിച്ചു വന്ന് ഞാൻ ആ ഡൈനിങ് ടേബിൾ ക്ലീൻ ചെയ്തു. അല്ലെങ്കിൽ ഹസ്ബൻഡ് വഴക്ക് പറയും, ഡൈനിങ് ടേബിൾ എപ്പോഴും വൃത്തിയായിട്ടിരിക്കണം അദ്ദേഹത്തിന്. ഇതൊക്കെ ഈവനിങ് കഴിക്കുന്ന സ്നാക്സിൻ്റെ ഓരോരോ സാധനങ്ങളാണ്. പിന്നെ അത്യാവശ്യം വേണ്ട കുറച്ച് ഫ്രൂട്ട്സൊക്കെ. ഓക്കെ, എല്ലാവരുടെയും വീട്ടിലൊക്കെ ഉള്ള സാധനങ്ങൾ തന്നെ ഇതൊക്കെ. ഡൈനിങ് ടേബിൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ട് ഞാനെടുത്ത റോസ് ഹാളിൽ സെറ്റ് ചെയ്ത് വെച്ചു. അതിനുശേഷം ഒരു ടീപ്പോയും കൂടി ഉണ്ടായിരുന്നു, അതും തുടച്ചിടണം. എപ്പോഴും ഭയങ്കര പൊടിയാണ് ഇവിടെ, കാരണം റോഡ് സൈഡിലാണ്. അതുകൊണ്ട് തന്നെ നല്ല പൊടിയാണ്. ബാൽക്കണിയിൽ നിന്നൊക്കെ എപ്പോഴും നല്ല പൊടി കയറും. എൻ്റെ കുഞ്ഞാപ്പി ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നു. എൻ്റെ കുഞ്ഞാപ്പിക്ക് ഞാൻ ഫുഡ് കൊടുത്തു. അത്യാവശ്യമുള്ള പച്ചക്കറികളൊക്കെ വെച്ച് ഒരു സാമ്പാർ ഉണ്ടാക്കിയെടുത്തു. ഇന്ന് സാമ്പാറും ദോശയായിരുന്നു രാവിലെ. അത് തന്നെയാണ് ഉച്ചയ്ക്കും, അത് തന്നെയായിരുന്നു, സാമ്പാറായിരുന്നു. ദോശ റെഡിയായി, 10 മണിയായി. ഹസ്ബൻഡ് പോകാൻ റെഡിയായി. അദ്ദേഹത്തിനുള്ള ദോശയും സാമ്പാറും എടുത്ത് അദ്ദേഹത്തിന് കൊടുത്തു. ഞാനും എടുത്ത് എനിക്കും ഉള്ള ദോശ എടുത്ത് കൂട്ടത്തിൽ ഞാനൊരു കട്ടൻ ചായയും കൂടെ എടുക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ കഴുകി വെച്ചു. ഫ്രിഡ്ജിൽ നിന്ന് കിളിമീൻ എടുത്ത് പുറത്ത് വെച്ചു. ഈ കിളിമീൻ വിവിധ സ്ഥലങ്ങളിൽ വിവിധ പേരുകളല്ലേ, എന്തൊക്കെ പേരുകളാണെന്നൊന്ന് കമൻറ്റ് ചെയ്യുമോ? അരച്ച് പുരട്ടാൻ വേണ്ടിയിട്ട് ഞാനെടുത്ത കാശ്മീരി ചില്ലിപ്പൊടിയാണ്. കൂടുതലും കുരുമുളക് എടുക്കും കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നാരങ്ങ നീര്, ഉപ്പും. ഓക്കെ, അതിനുശേഷം എൻ്റെ കുഞ്ഞാപ്പ് ഓടി വന്നു. അവനിച്ചിരി കുക്കുംബർ കൊടുക്കണം, അതും കൊടുത്തു. മാവെന്നും പറഞ്ഞിട്ടുള്ള അവൻ്റെ വരവ് കണ്ട. ഇത് ലൈവ് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ടീപ്പോയിൽ എന്താ പറയുക, ടേബിളൊക്കെ വെച്ച് സെറ്റ് ചെയ്തിരിക്കുന്നതാണ് ഈ കാണുന്നത്. അതിനുശേഷം അപ്പോഴത്തേക്കും എന്നെ സഹായിക്കുന്ന ആൾ വന്നു അടിച്ചു വാരി തുടച്ചിടും. അവരുടെ പണികൾ ഏകദേശം ഒരു 11:30 ആയിട്ടുണ്ട് ഈ സമയത്ത്. 11:30 ആയി. ശേഷം എൻ്റെ ലൈവും ഒക്കെ കഴിഞ്ഞു. 1 മണി ആയപ്പോഴത്തേക്കും ഞാൻ 2 മീനെടുത്ത് വറുത്തു. മോളുണ്ടായിരുന്നു, മോക്കും എനിക്കുമുള്ള ഫിഷാണ് വറുത്തെടുത്ത്. ഇതിത്തിരി എന്താ പറയുക, മുളകിട്ട മീനാട്ടോ, അതൊന്നും എടുത്തില്ല. ഞാൻ സാമ്പാറും മീനും എടുത്ത് ഞാൻ ചോറ് കഴിച്ചു. മോക്ക് വേണ്ട എന്ന് പറഞ്ഞ് മോള് ബ്രെഡാണ് കഴിച്ചത്, ഒരു ഓംലെറ്റും കൂടെ. വൈകുന്നേരം മോക്ക് ചിക്കൻ റോള് വേണമെന്ന് പറഞ്ഞു, കോളേജിൽ നിന്നും വരുന്ന മോക്ക്. ഞാൻ ഒരു ചിക്കൻ റോള് ഇച്ചിരി എന്താ പറയുക, ബോൺലെസ് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു, ശകലേ ഉണ്ടായിരുന്നുള്ളൂ. അത് വെച്ചൊരു ചിക്കൻ റോളിലേക്ക് ആവശ്യത്തിനുള്ള 2-3 ചിക്കൻ റോളിലേക്ക് ആവശ്യത്തിനുള്ള ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കി. മയോണൈസൊന്നും ഇല്ലായിരുന്നു കേട്ടോ, ഫ്രഷ് ക്രീമും അതും ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് മോക്കൊരു ചിക്കൻ റോളും ഉണ്ടാക്കി വെച്ചു. മൂത്ത മോൾ ഇതാണ് കഴിച്ചത്. എന്താ പറയുക, ബ്രെഡ് എന്തൊക്കെയോ സാധനം. മോൾ 4 മണിയായപ്പോൾ എന്നോട് ചോദിച്ചു, മമ്മ നമുക്കൊന്ന് കൊമേഴ്ഷ്യൽ വരെ പോയാലോ, അവിടെ എന്താ പറയുക, വെസ്റ്റ് സൈഡിൽ നല്ല ഷൂ ഓഫറുണ്ട്, പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പോയി. പക്ഷെ അവിടെ ചെന്നിട്ട് മോൾ ഉദ്ദേശിച്ച ഷൂ ഒന്നും അവിടെ ഇല്ല, അതൊക്കെ തീർന്നു പോയിരുന്നു. എന്തായാലും വന്നതല്ലേ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഓപ്പോസിറ്റ് ലസ്സിരാജ് ലസ്സി ബാറിൽ കയറി ഒരു ഫ്രൂട്ട് സാലഡും കഴിച്ച്. മോൾ അവിടെ നിന്ന് വാങ്ങിച്ചത് ഒരു സ്വീറ്റ് മസാല കോണാണ്. എൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻസും ഷെയറും തന്ന് പ്രോത്സാഹിപ്പിക്കണേ.